കുളി കഴിഞ്ഞോ? ചായ കഴിഞ്ഞോ? ചായ കുടിയും കഴിഞ്ഞു. ഇതെന്താ കഴുത്തില് ഹെഡ്സെറ്റോ? ഇടയ്ക്ക് ഇങ്ങോട്ട് ബംഗാളിയിലെ പോലെയാവും. ഇപ്പൊ എന്ത് കേൾക്കാൻ വേണ്ടിട്ടാ ഇത് ഇട്ട്? എന്ത് കേൾക്കാൻ വേണ്ടിട്ടാ ഇപ്പൊ ഇത് കുത്തിയത്? ഇത് എന്തിനാണ്? എന്താ കേട്ടിരുന്നെന്ന്? ഫോണില് കുത്തിയത് മനസ്സിലായി. ഇത് കുത്തിയിട്ട് ചെവിയില് കുത്തൂലേ? ചെവിയില് കുത്തിയിട്ട് എന്താ കേട്ടിരുന്നെന്ന്? പാട്ടോ? ഏതാ പാട്ട്? ഏത് പാട്ടാ കേട്ട്? എന്ത്? അന്റെ ഓളോ? എന്റെ ഫോണിൽ തന്നെ ഏത് പാട്ടാ കേട്ടെന്ന് വെച്ച്. മാപ്പിള പാട്ടോ? വള്ളം എന്തിനാ എങ്ങനെ കളിയുന്ന? അടച്ചാ മതിജെന്തീ കാട്ടിപ്പോ കൂടിയാണ്ട് കേട്ടോ. അന്റെ വൃത്തിയുണ്ടാ മലങ്ങി. വൃത്തി അധികമായാലും പ്രശ്നം മാനെ. അപ്പോ ഇതിന് നല്ല കുളിച്ചേർന്നു സുഹൃത്തേ. മതിയേ, മുട്ടടിച്ചു കൂണൊന്ന്. അയ്യോ ക്ലീൻ ആയിക്കണല്ലോ. ഇതാരാ അടിച്ചെന്ന്? മതി. ഇവിടെ വെള്ളം ഇങ്ങനെ കളയല്ലേ. എന്തിനപ്പ മുട്ടായത് കാരണം കൊണ്ട് വെള്ളം അങ്ങനെ പോയി. തുടക്കേണ്ട ആവശ്യം കൂടി ഇല്ല. തല തോർത്തങ്ങോട്ട് നോക്ക്. തല തോർത്തേണ്ട. വയ്യേ മതി തുടച്ചതേ. എന്തത് തുടച്ചതോ? തൊലി ഇങ്ങനെ ഉരിഞ്ഞു പോരുട്ടോ മാനെ. തൊലിയില്ലേ? തൊലി മുങ്ങാ തുടച്ചു കഴിഞ്ഞാ അവിടുന്ന് വാങ്ങി. തോർത്തും ട്രൗസറും വാങ്ങിയോ? പുഴയ്ക്ക് കുളിച്ചാൻ പോയപ്പോഴോ? മതി തുടച്ചതേ. ഇത് കണ്ടില്ലേ നിങ്ങള്? മുടി വാരിയ. ഒതുക്കിയിട്, ഒന്നുകൂടി ഒതുക്കിയിട്. ഒരു സൈഡിക്ക് ഒതുക്കിയിട്. അത് അലമ്പായി കിടക്കുക മുടി. ചിരി വരുന്നുണ്ട്. അലമ്പായി കിടക്കുക. ഫ്രണ്ടിക്ക് തൂങ്ങി കിടക്കുക. സൈഡിക്ക് ഒതുക്കിട്ടാ മുടി. പാന്റ്. സൂപ്പർ പൊളി. ഞാൻ എടുക്ക. ഫോണോ? അത് ശരി. എന്താ ഐ ലവ് യു? ആര് തന്നതാ ഐ ലവ് യുന്ന്? ഇതാണേ ഹേർട്ടിന്റെ ലവിന്റെ ഇതല്ലേ? ആണ് ഐ ലവ് യു. ആ കണക്കറിയല്ലേ? ഐ ലവ് യു. ഇതാര് തന്നാ? ഏതെങ്കിലും പെൺകുട്ടികൾ തന്നതാ? ഫോട്ടോ ഫോട്ടോ ഫ്ലെക്സ്. കുറ്റിക്കോട് സൽമാന്റെ ഫ്ലെക്സ്. നേർച്ചക്ക് ഉണ്ടാകുന്ന ഫ്ലെക്സ്. ഇപ്പൊ കാരണവർക്ക് കാര്യത്ത് പൊട്ടു. അത് എന്റെ കാക്കാക്ക് കാര്യത്ത് പൊട്ടു. പോവാ. ഇനി ചായ വേണ്ടെന്ന് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു വീട്ടിൽ നിന്ന് കുടിച്ചതുകൊണ്ടാണെന്ന്. ചായ വേണ്ട, ലൈമോ മതിയെന്ന്. നല്ല മഴക്കാറുണ്ട്. നല്ല കനത്ത മഴയാണ് വരാൻ പോണത്. നല്ല മഴയായിരുന്നു. നല്ല മഴ. നമുക്ക് വെറുതെ നമ്മളെ പാടത്തേക്കൊക്കെ ഒന്ന് പോയാലോ? വെറുതെ ഒരു വൈബ് അടിച്ചിട്ട് പോരാ. വണ്ടി പെട്ടെന്ന് സൈഡാക്കാൻ പറഞ്ഞു. ഞങ്ങള് ബൈക്കുമ്പോ പാടം വൈബ് എന്നൊക്കെ പോകുമ്പോ വണ്ടി പെട്ടെന്ന് സൈഡാക്കാൻ പറഞ്ഞു. എന്താണ്? ഉമ്മാക്ക് ഫോൺ വിളിക്കാനത്രേ. എന്തിനാ അറിയോ? നല്ല ഇടിമിന്നലും മഴയും വരുന്നുണ്ട്. അപ്പോ ടിവിയുടെ സ്വിച്ചും ഫ്രിഡ്ജിന്റെ സ്വിച്ചൊക്കെ ഓഫ് ആക്കാം, പ്ലഗ് ഒന്ന് ഊരിയിടാൻ പറയാൻ വേണ്ടിട്ട്. ഒരു ഉത്തരവാദിത്തമുള്ള ആരെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവോ? ഇടിമിന്നലും വരുന്നുണ്ട്.
ഫ്രിഡ്ജിന്റെ കൂടെ ഇടാന് ടി വി അതാണ് സൽമാൻ എത്ര എന്താ ലെവലാണെന്നുണ്ടെങ്കിലും ഈ ഒരു ലെവലിലേക്ക് വളർന്നു. സൽമാന്റെ പരിമിതികളിൽ നിന്ന് സൽമാൻ ഈ ഒരു ലെവലിലേക്ക് വളർന്നു. നമ്മളാരും പറഞ്ഞു കൊടുത്തിട്ടൊന്നുമല്ല ഓൻ വിളിച്ചത്. ഓനക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് നിർത്തി ഞാനതൊന്ന് പറയട്ടെ. ഓനക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് അങ്ങോട്ട് തോന്നിയതാണ്. എന്നോട് വേഗം വണ്ടി സൈഡാക്കാൻ പറഞ്ഞു. കാറ്റടിച്ച് കഴിഞ്ഞാൽ നേരെ കേൾക്കൂല അത്രേ. വണ്ടി സൈഡാക്കി വേഗം വീട്ടിലേക്ക് വിളിച്ചു. ടി വി നിർത്താൻ പറഞ്ഞു. അപ്പൊ ഞാൻ എന്തിനാ സൈഡാക്കാൻ പറഞ്ഞു വെച്ചപ്പോ മുടിക്ക് കുടിച്ചിട്ടെ ടി വി നിർത്താൻ പറയാനാണെന്നൊക്കെ. അപ്പൊ ഈ ഒരു ലെവലിലേക്ക് സൽമാൻ കുറ്റിക്കോട് വളർന്നു. ഞങ്ങൾ അഭിമാനം കൊള്ളുന്നു. ഓക്കെ ഫോണ് നിർത്താന്. ഞങ്ങളെ പാടത്തെത്തിയിട്ടുണ്ട് മക്കളെ. എന്താ വൈബ് മനെ. മഴ ഇതെന്താ കാട്ടുക? 4 പുറം പാടാ. അങ്ങോട്ട് ഓടുക. ചായ കുടിക്കണ പിടിക്ക് ഓടുക അല്ലേ? അയ്യ അങ്ങോട്ട് നോക്കുന്നു. പെയ്യോ? നല്ല മഴക്കാറുണ്ട്. ഞങ്ങളിന്ന് പ്രകൃതി ഭംഗിക്ക് വന്നിക്ക. ചായയൊക്കെ കുടിച്ചു. അപ്പൊ നല്ല മഴക്കാറും കാര്യങ്ങളും. അപ്പൊ ഇങ്ങനെ പാടവും ഈ വൈബ് ആസ്വദിക്കാൻ വന്നിക്ക അല്ലേ മനെ? എങ്ങനെയുണ്ട്? രസമുണ്ടോ? മഴ കൊണ്ട് പെയ്തെന്താട്ട്? ഞങ്ങൾക്ക് അത്യാവശ്യം നന്നായിട്ട് ഓടും. ഇതെന്താട്ട്? ഇതേതാ പാന്റിന്ന്? ഇതിപ്പോ കുറച്ച് ദിവസമായിട്ട് കാണില്ലല്ലോ. മറ്റന്നാ നാളെ മറ്റന്നാ പറക്കാട്ട് റിസോർട്ട്. പിന്നെന്താ വെച്ചില്ലേ? പൈസ ഇല്ല ഇത്രേ. പൈസ വേണ്ട. അത് പറ്റില്ല. ഉണ്ടല്ലേ? നല്ല മഴ ഈ സമയത്ത് നമുക്ക് എന്തെങ്കിലും പാട്ട് പാടാൻ തോന്നുന്നുണ്ടോ? ഫാസിലല്ലേ? മഴനെ കുറിച്ചിട്ട് എന്തെങ്കിലും പാട്ടുണ്ടോ? മഴനെ അതൊന്ന് പാടിക്കാം. മഴ മഴ ഇതുണ്ടാക്കി പാടുകയാണേ. എന്റെ അവിടെ റോട്ടിലിരുന്ന് കഴിഞ്ഞാൽ ഈ വൈബ് കിട്ടൂലെന്ന്. ഇതൊക്കെ 4 പുറം പാടം, അതുപോലെ മല, തണുത്ത കാറ്റ്, ചേന കൃഷി. ഈ വൈബ് എവിടെയെങ്കിലും കിട്ടുമോ? പിന്നെ എന്താണോ എവിടെ കിട്ടുക? എന്റെ അവിടെ എവിടെയുള്ളു? മൂത്തച്ചിയോ? ആ കാരാട്ടൂർശിന്ന് അറിയണില്ലേ? ഇത് കാരാട്ടൂർശി എന്ന് പറഞ്ഞ സ്ഥലം. നമ്മളവിടെ മല, പാടം പാടം. ആ മലമക്ക് പോയാലോ? അനക്ക് കേറാൻ വയ്ക്കോ? മണ്ട് മലമക്കോ? ഓടി കേറുവോ? അങ്ങനെ വരൂല്ലേ? എന്താ സുഖല്ലേ പറയുമ്പോ? ഓടി കേറു അതിന്റെ മേലേക്ക്. പിന്നെന്താ? എന്താ ആര്? കുട്ടികളോ? പോയാലോ പോയാലോ മായി വന്നു പോയ ഒന്നുകൂടി പാട്. അല്ല വേറൊരു വരി കൂടി പാടിയുന്നില്ലേ? അപ്രതീക്ഷിത കിട്ടിയ ഒന്നും കൂടി പാടണം. മനെ രസമുണ്ട്. പാട്. ഫസ്റ്റ് പാടുമ്പോ വേറൊരു വരി കൂടി പാടില്ല അമ്മാനെ. മഴ ചാരിട്ടോ? ചാറിനുണ്ട്. പോയോ?
ഇപ്പൊ മഴ പെയ്താ ഇനി നമ്മള് നാട്ടിക്ക് പോക്ക് നടക്കൂല. ആരെ കാർ പോയിന്നാവും മനെ. മഴ ചാറി ഇപ്പൊ നമ്മക്ക് ഇനി വേറെ ഓടി എവിടെയെങ്കിലും കയറലേ നടക്കുള്ളൂ. മിണ്ടും. അങ്ങോട്ട് മണ്ടൊന്നല്ല. ഇനിയിപ്പോ എടുക്കോ സുധേട്ടന്റെ കടയ്ക്ക് പോയാലോ? ചായ കിട്ടുന്ന കട എവിടെ ലൂസ? അലിയുടെ വീട്ടിൽ പോയാലോ? അവിടുന്ന് ഓരോ ഗ്ലാസ് ചായ കൊണ്ട് കുടിക്കാം. അപ്പത്തിനും മഴ പോവും. മഴ ചാറിനുണ്ട്. ഉണ്ടോ? ഇങ്ങോട്ട് മേലൊക്കെ ഇങ്ങോട്ട് ഉണ്ടോ? അല്ലേ വാ, മഴ മുറുകണീന്റെ വാ 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 വാ. എന്താ വർത്താനം? നിങ്ങളെ വർത്താനം എന്താ? സുഖാണ്. നിങ്ങളെ വർത്താനം എന്താണ്? ഓർക്കും സുഖാണ്. നിങ്ങളെ വർത്താനം എന്താ? നിക്കണ ആളെ വർത്താനം മൂപ്പർക്കും സുഖാത്രേ. നല്ല കാറ്റും മഴയും. ഞങ്ങൾ ഓടിയൊരു വീട്ടിൽ കയറിയിട്ടുണ്ട്. ഓ കറണ്ട് പോയി മനെ. മനെ മനെ അന്റെ ഇവിടെ ഇരിക്കണ എല്ലാവർക്കും ചായ ഉണ്ടോന്ന്? ആ ഗൂഗിൾ പേ ഉണ്ടെങ്കിൽ ഗൂഗിൾ പേ നമുക്ക് വേണ്ടേ? പിന്നെ തന്നാ ഞങ്ങൾ കൊടുക്കാം. അതൊക്കെ ഞങ്ങൾ ചായ വാങ്ങിച്ചേ. അതൊക്കെ ഞങ്ങൾ ചായ കൊടുത്താലോ? അതിനൊരു കുഴപ്പമില്ല മനെ. നല്ല മഴ മനെ. ആ ചായ കുടിക്കാൻ വന്നാ മഴയത്ത് ഓടി കയറിയതാ. മൗലൂദ് മരിവാൻ കൊടുത്തിട്ടല്ലേ ഇതേ? മഴക്കാറ് വന്നിട്ട് മഴ അതിന്റെ ഇരുത്താ കാണുന്നത്. അല്ലാണ്ട് സമയം ആവണുള്ളൂ. മൗലൂദിനൊക്കെ ഇന്നും സമയമുണ്ട്. ആ മരിവ് വാങ്ങി കൊടുത്ത് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം മൗലൂദ് കേട്ടോ. ആ മഴ തുറന്ന പോവാ. അവരെ ഇവിടെ ഇരിക്കാം. ഓക്കെ. ഫുഡ് അടിക്കാനാണോന്ന് മൗലൂദിന് പോണതേ? ഫുഡല്ല മനെ. കറണ്ട് പോയി. നല്ല കാറ്റ്. അങ്ങോട്ട് നോക്ക്. എന്ത് ചെയ്യും? ഇന്ന് പോണ്ടാന്ന്. ഇന്ന് ഇവിടെ നിന്നോളാ. മൗലൂദ് ഉണ്ട്. എനിക്ക് പാവം ഈ മൗലൂദാ. ആ ഇവിടെ അരി തോന്നിടാൻ പറഞ്ഞിക്കണോന്ന്. നമുക്കുള്ള ചോറേ രാത്രിക്കത് ചോറ് ഇവിടെ ഉണ്ടാവും. മഴ കാരണം മൗലിദിന് പോകാൻ പറ്റൂലേ എന്നുള്ള ആദിയിലിരിക്കണം സൽമാൻ. കുറച്ച് കഴിഞ്ഞപ്പോൾ മഴയൊക്കെ തീർന്ന് ഞങ്ങൾ വീട്ടിലേക്ക് എത്തി. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ എന്തെങ്കിലും ഒരു അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക. അത് നമുക്ക് തരുന്ന ഏറ്റവും വലിയൊരു സപ്പോർട്ടാണ്.